എനിക്ക് കിട്ടുന്നുണ്ട് മാസ്റ്റർ പീസിന്റെ സമയത്ത് ഞങ്ങൾ കോളേജല്ലേ അപ്പം ഇടിക്കാൻ വരുന്നവരെ ഒരു 30-35 വയസ്സുള്ള നമ്മുടെ പ്രായത്തിൽ തോന്നിക്കുന്ന കുറച്ച് പിള്ളേർ വന്നു. നിങ്ങളുടെ റിയൽ ഫൈറ്റേഴ്സ് ഗ്രൂപ്പിലാണോ? അതല്ല റോയൽ വാരിയേഴ്സ്. ഒരു രാത്രി നടക്കുന്ന കഥയാണ്. പ്രധാനമായിട്ടും ഒരു രാത്രിയിലാണ് ഫുൾ ബേസിക് അതിന്റെ ഒരു ചങ്ക് ഓഫ് ദ ഇവന്റ്സ് നടക്കുന്നത്. പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കന്നഡയിലും മലയാളത്തിലും ഒരേ സമയം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ ആദ്യമായിട്ട് പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കഥ പറയുമ്പോ ഞാനോ ഒന്ന് ചോദിച്ചായിരുന്നോ? പലതവണ ജോൺ ഹീറോ ആയിരുന്നല്ലോ, അപ്പൊ ഡയലോഗ് കൂടുതലാ. അങ്ങനല്ല, ഒരു 1.5 പേജ് സാധനമൊക്കെ കാണും. ആ തലേദിവസം രാത്രി ഫുള്ള് ഇരുന്ന് പുള്ളി അത് പഠിക്കും, പക്ഷെ പിറ്റേ ദിവസം മറക്കും. ഒരു ഫോൺ കോൾ, ഒരു പവർഫുൾ ആയിട്ട് ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ശബ്ദം കൊടുത്തത് ഞാനാണ്. വലിയ സന്തോഷം. മലയാളത്തിലല്ലേ? മലയാളത്തിൽ ഞാൻ ഇപ്പോൾ ഒരു 6-7 പ്രാവശ്യം ഞാൻ കണ്ടായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. 3 പഞ്ച് കഴിഞ്ഞിട്ട് 4ാമത്തെ പഞ്ചിന്റെ മുഖത്ത് അടിച്ച് ഞാൻ പിടിക്കുന്ന ഞാൻ ഒരു ഇതുണ്ട് ടൈമിംഗ് ഉണ്ട്. ഇടിച്ചു. ഇവര് എങ്ങനെ അടിക്കാൻ പോണേ എന്നുള്ളത് അറിയില്ല. അത് 90% നമുക്ക് കിട്ടും. കട്ട് പറയുമ്പോ ശ്രീധരന്റെ ഡയലോഗ് കൊന്നിട്ട് പോടാ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഒരു കിടിലൻ ഒരു വൻ വൈബിൽ ഒരു ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധ്യമാവാൻ വേണ്ടി. സിനിമയുടെ പേര് ശേഷം. അപ്പോൾ ഈ സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട 3 ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. സിദ്ധാർത്ഥേട്ടാ നമസ്കാരം, ശ്രീധേട്ടാ നമസ്കാരം, ജോൺ ബ്രോ എല്ലാവർക്കും ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് കംപ്ലീറ്റ് ഒരു പോലീസ് ഒരു അടി ബഹളമായിട്ടാണല്ലോ വന്നേക്കുന്നത്? എന്താണ് ശരിക്കും ഈ സിനിമ ശേഷം? ആര് പറയും? ഞാനാണോ പറയുന്നത്? പൂക്കൾ ഷട്ടൊക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ ശേഷം 2016 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ട്രെയിലർ കണ്ടതും പോസ്റ്ററിൽ കാണുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ പരിപാടി തന്നെയാണ്. പ്രധാനമായിട്ടും ഒരു രാത്രിയിൽ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചത് ചില ഇവൻറ്റുകളായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള പോലീസുകാർ അവിടുത്തെ നാട്ടുകാരുമായിട്ടും അവിടെ പോലീസുകാർ തമ്മിലുമുള്ള ചെറിയ പ്രശ്നങ്ങളും അതിൻ്റെതായ ചില റിപ്പർക്കഷൻസുമാണ് ഒരു രാത്രി നടക്കുന്ന കഥയാണ്. പ്രധാനമായിട്ടും ഒരു രാത്രിയിലാണ് ഫുൾ ബേസിക് അതിൻ്റെ ഒരു ചങ്ക് ഓഫ് ദ ഇവന്റ്സ് നടക്കുന്നത്. ഇതാണ് ശ്രീധരന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം. ഞാൻ അതിൻ്റെ അകത്ത് രാജു എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ്. പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കന്നഡയിലും മലയാളത്തിലും ഒരേ സമയം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അത് 2 ഭാഷകളിൽ ഷൂട്ട് ചെയ്താണ്. ഇത് സംഭവിക്കുന്നത് പുഷ്പഗിരി എന്ന് പറയുന്ന ബോർഡറിൽ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. കേരള കർണാടക ബോർഡറിൽ നിൽക്കുന്ന. അപ്പോൾ ഇത് കുറച്ച് കന്നഡയും കുറച്ച് മലയാളം കൂടി കലർന്ന് അവിടുത്തെ ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്. അവിടുത്തെ ആർട്ടിസ്റ്റുകൾ മലയാളം പറയിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് കന്നഡയും പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ വളരെ നാളായിട്ടുള്ള വളരെ ഇരുത്തം വന്ന ഒരു പോലീസുകാരനാണ്. വളരെ വർഷങ്ങളായിട്ട് അവിടെ ആ സ്റ്റേഷനിലും അവിടുത്തെ നാട്ടുകാരായിട്ട് വളരെ അടുപ്പമുള്ള റഫല്ല. അല്ല, റഫ് അതുപോലെ സ്വഭാവത്തിൽ അതുപോലെ പ്രകടമായിട്ട് റഫ്നെസ് ഒന്നുമില്ല. പക്ഷെ പുള്ളിയുടെ പരിപാടികളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് സംശയം തോന്നിക്കുന്ന കുറെ പരിപാടികളും അതെന്തൊക്കെയാണ്. അല്ല, എന്തെങ്കിലും ഒരു പരിപാടി ഇല്ലാതെ നമ്മൾ പോയി നിന്നൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ഔട്ട്വേർഡ്ലി അയാളുടെ ഒരു സ്വഭാവത്തിൽ ഒരു ഭയങ്കര റഫ്നെസ് ഒന്നും ഇല്ല. അയാൾ കുറച്ചും കൂടി ഒരു സൗമ്യനാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. അയാൾ അവിടുത്തെ വേറെ ജോസഫ് എന്ന് പറയുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസറായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ നാടുമായിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ്. അവിടുത്തെ മറ്റ് പോലീസുകാർ ഇവരൊക്കെ ചെയ്ത പോലീസുകാരായിട്ടുള്ള റിലേഷൻഷിപ്സും ഒക്കെ വളരെ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഡിഫറെന്റ് ആണ്. എന്താണ് ഇതിലേക്ക് എന്താണ് ഒരു മാജിക് കാണിച്ചേക്കുന്നത് സിദ്ധാർത്ഥേട്ടന്റെ കയ്യിൽ? ഇല്ല, ഇത് ഏറ്റവും വലിയ മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസുകാരനായി ചെയ്തു ഏറ്റവും വലിയ മാജിക്. അത് ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് വേഷം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനിലും അല്ലതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ കലർന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ആദ്യമായിട്ട് പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കഥ പറയുമ്പോ ഞാനോ ഒന്ന് ചോദിച്ചായിരുന്നോ? പലതവണ അയാളോട് ചോദിച്ചു, സ്വയവും ചോദിച്ചു. അതിനുശേഷം ഞാൻ വീട്ടുകാരെല്ലാം വിളിച്ച് വീട്ടുകാരോടും ചോദിച്ചു, ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഞാനോ
കാണുമ്പോ ഞാൻ കണ്ണാടി കാണുമ്പോഴൊക്കെ ഞാനോ അവരൊക്കെ തിരിച്ച് നീയോ എന്ന് ചോദിച്ചോ? അതെ, അതെല്ലാം ചോദിക്കുകയും ചെയ്തു, നീയോ? അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിതുവരെ ചെയ്യാത്തൊരു സംഭവം, പിന്നെ ഈ കഥയുടെ ഒരു ത്രില്ലിങ് ഒരു സംഭവം, അതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ. എനിക്കത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, നമ്മുടെ രഞ്ജിത്തില്ലേ, രഞ്ജിത് ശങ്കർ, രാമന്റെ തോട്ടം എന്ന പടം കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സലീം എന്ന് പറഞ്ഞിട്ട് ജോജുവിന്റെ ഫ്രണ്ടായിട്ടൊരു ക്യാരക്ടർ വേണ്ടി എന്നെ വിളിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ശ്രീത്തെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആലോചിച്ചിട്ടും സലീമായിട്ട് ശ്രീത്തിനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രീത്ത് എന്ത് ചെയ്താലും അത് ഒരു രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി, കുറച്ചൊരു ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാൻ സാധാരണ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇത് ശ്രീത്ത് ചേട്ടനെ വിചാരിച്ചിട്ട് എഴുതിയതാണ്, ശ്രീത്താണ് ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ എഴുതി, ഇത് ഒന്നും അല്ലാത്ത നേരെ ഓപ്പോസിറ്റ് സാധനം അടിച്ചത് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത രസം അതുകൊണ്ടായിരിക്കും അതിനൊരു രസം ഉണ്ടായത്. കാരണം നമ്മളങ്ങനെ കണ്ടിട്ടില്ല, അത് നമുക്ക് അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഡിഫറെന്റ് സോണിലേക്ക് ചെന്നു. അതാ ട്രെയിലർ കാണുമ്പോൾ അറിയാം. അതാണ് ഇതുവരെ കാണാത്തതാണല്ലോ നമ്മൾ കാണേണ്ടത്. പിന്നെ കർണാടക PSC-യിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ഇതുമായിട്ടൊക്കെ വ്യത്യസ്തമായിട്ട്. എന്താണ് മാറ്റം വന്നേക്കുന്നത്? അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. ക്ലോസ് 19A പ്രകാരം അവിടെ ഫിസിക്കൽ ടെസ്റ്റിന്റെ ആവശ്യമില്ല പോലീസ് ആണെങ്കിൽ. ഇത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചില ചോദ്യങ്ങളുണ്ട് കേട്ടാ, ഉത്തരം കൂടി ഇതിന്റെ കൂടെ പറഞ്ഞേക്കണം. മറ്റേ ഡിസ്ക്ലൈമർ ഉടനെ ഞങ്ങളല്ല. എന്തായാലും അടിപൊളി. ജോൺ ബ്രോ, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, കറക്റ്റായിട്ട് ഇങ്ങനെ ഒരാൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, നമ്മളൊരു വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൊള്ളാം, ഒരു ഭയങ്കര രസമായിരുന്നു, നല്ലൊരു പരിപാടി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് പരിപാടി? നല്ല പരിപാടിയാണ്. ഞാൻ പടം കണ്ടു, ഇവരുടെ കണ്ടില്ല, ഞാൻ പടം കണ്ടു. ഞാൻ കന്നഡ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. മലയാളം കാണാൻ പറ്റിയില്ല. ഇങ്ങനെ ആ സമയത്ത് ഡബിങ്ങിന് എന്തോ കറക്ഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു കന്നഡ കണ്ടാൽ മതി. പരിപാടി ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓണം. നമ്മളെ ക്ലിപ്പ് ചെയ്ത് ഇപ്പം അങ്ങനെ പോകും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അങ്ങനെ ഭയങ്കര ഹീറോയിസോ അങ്ങനെ വില്ലനീസോ അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല, വേറെ ത്രില്ലിംഗ് ആണ്. നമുക്ക് ഒരു ഇമോഷണൽ പരിപാടി ഉണ്ട്, അതിനകത്ത് ഇമോഷണൽ പരിപാടി ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തീരുന്നിടം വരെ പടം തീരുന്നിടം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒട്ടും 2 മണിക്കൂർ ഉള്ളൂ, ഓൾറെഡി പരിപാടി ഒന്നുമില്ല. ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരുന്നുണ്ട്. ഈ നമ്മള് ചില ആർട്ടിസ്റ്റുകളൊക്കെ ഈ അടുത്ത് ആരാന്ന് എനിക്ക് ഓർക്കണില്ല, ഇന്റർവ്യൂല് മോതിരത്തിലും വാച്ച് ഉണ്ടായിരുന്നു, കയ്യിലും വാച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് എന്റെ പുതിയ ട്രെൻഡാന്ന് പറഞ്ഞു. അതേപോലെ മോതിരത്തിലും വാച്ച് ഉണ്ടായിരുന്നു, കയ്യിൽ കെട്ടിയതിന് വാച്ച് ഉണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ്. അതേപോലെ എന്തെങ്കിലും ആണോ വിരലിൽ കിടക്കുന്ന അപ്പുറത്തപ്പുറത്ത്? അല്ല, അത് ഇത് ഫ്രാക്ചറായി സർജറി ചെയ്ത് കേവർ ഇട്ടേക്കാം, ഒരു കമ്പി ഇട്ടേക്ക. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ ഒരു 3 മാസം റെസ്റ്റ്. ഈ എക്സ്പീരിയൻസ് എങ്ങനെ? ഇത് കുറച്ച് ടഫാണ്. നമ്മള് ഈ നമ്മുടെ ഏതൊരു പാട്ടിനും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം 3 മാസം സീനാണ്. ഞാൻ കംപ്ലീറ്റ് ഇപ്പൊ കഴിക്കുന്നത്. മിന്നലൊക്കെ അടിക്കുമ്പോ കുറച്ചുകൂടെ പ്രശ്നമാണ്. മിന്നലടിക്കുമ്പോഴേ കഥാപാത്രത്തിന് വേണ്ടി കൈവിരൽ കൊടുത്ത ജോൺ കൈപ്പിൽ കിട്ടി. ശരിയാക്കി തരാം. ഈ സിദ്ധാർത്ഥ, ഒരു ഡൗട്ട് വെക്കട്ടെ. നമ്മളിപ്പോ സിനിമകളൊക്കെ ഡയറക്ഷൻ ഇതൊക്കെ കുറച്ച് കൂടുതൽ ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാണ്, ഒരു ലൊക്കേഷനിൽ തന്നെ 2 പടം, അതായത് 2 ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്കും? എല്ലാ പ്രോപ്പർട്ടി അടക്കം ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ അതുവരെ മാറ്റണ്ടേ നമ്മള് അത് ഈ ടീം എടുത്തേക്കുന്ന എഫേർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? അതില് ഈ ഇതിനകത്ത് കർണാടക പോലീസ്, കേരള പോലീസ് എന്നുള്ളതായിരുന്നു. അപ്പം ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കഥയാണ്. ഒരു രാത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ ഈ പോലീസ് ഡ്രസ്സിലുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പൊ മറ്റേ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കുന്ന പ്രോപ്പർട്ടികൾ, ഭാഷാപരമായിട്ടുള്ള ഇപ്പൊ ബോർഡുകളൊക്കെ ആണെങ്കിൽ, പോലീസ് സ്റ്റേഷന്റെ ബോർഡുകളാണെങ്കിൽ, അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അത് പക്ഷേ പിന്നെ പരമാവധി അത് എനിക്ക് തോന്നുന്നത് ബോർഡറിൽ പ്ലേസ് ചെയ്തുകൊണ്ട് മലയാളവും കന്നഡ ഇപ്പൊ ഇതിൽ തന്നെ ഇതിന്റെ ബോർഡ് 2 ഉണ്ടായിരിക്കും, 2 ഭാഷ. കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ തമിഴ്നാട് ബോർഡറിലാണെങ്കിൽ തമിഴിലും കന്നഡയിലും ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ 2 ഭാഷയും കാണുമല്ലോ. അപ്പൊ അവിടെ ഈ മറ്റേ ഇപ്പൊ റോൾ ഉണ്ടല്ലോ, അതായത് ഈ നമ്മുടെ ഈ 2 ഭാഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത്
നിവൃത്തിയുള്ളിടത്തോളം അത് റീഷൂട്ട് ചെയ്യാതിരിക്കാൻ, അത് ഇരട്ടിപ്പണി എടുക്കാതിരിക്കാൻ. കാരണം കോസ്റ്റ്യൂം മാറ്റുന്നത് ഒരു പണിയാണ്, സംശയമില്ല, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യങ്ങൾ പരമാവധി അത് മാറ്റങ്ങൾ വരുത്താതെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എഫേർട്ട് മിനിമൈസ് ചെയ്യാൻ തുടക്കത്തിലെ ഒരു എഫേർട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഭാഷ നമ്മൾ പഠിച്ചെടുക്കണമല്ലോ, അതൊരു ടഫ് ടാസ്ക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ ആയിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ മാറുന്നതൊക്കെ. നമുക്ക് പോയി ഡ്രസ്സ് മാറി അതിനുള്ള ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര സമയം എടുക്കുന്നു. ഇപ്പൊ ഒരു സീൻ എടുത്തിട്ട് അപ്പം തന്നെ മലയാളം ചെയ്യും. ഇപ്പൊ ആ സീൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഈ പറഞ്ഞ പോലെ നമ്മൾ സെറ്റപ്പ് മാറണമല്ലോ. ചിലപ്പം ഇതായിരിക്കും ലൈറ്റിംഗ് ഉൾപ്പെടെ അങ്ങനെ നിൽക്കുകയായിരിക്കും. നമ്മളാണ് മാറുന്നത്. നമ്മൾ കോസ്റ്റ്യൂം മാറ്റാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ലൈറ്റപ്പ് മാറ്റിയിട്ട് ആ സീൻ തീർന്നതിന് ശേഷം വീണ്ടും അതേ ലൈറ്റപ്പ് കൊണ്ടുവന്നിട്ട് വീണ്ടും അത് മലയാളത്തിൽ ഷൂട്ട് ചെയ്യാനൊന്നും പ്രാക്ടിക്കൽ അല്ല. ലൈറ്റപ്പിന് ഭയങ്കരമായിട്ട്, കാരണം അത് ഭയങ്കര അപ്പൊ ആ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, 2 ലാംഗ്വേജിൽ പറയുമ്പോൾ ഇതിൽ കൊടുത്ത ഇമോഷൻ ഇതിലും വർക്കാവണം. അപ്പോൾ ഓൾറെഡി ഇവിടെ പറഞ്ഞാൽ നമ്മളിപ്പം ഫസ്റ്റ് മലയാളം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം അതർ ഭാഷയായിരിക്കും ചെയ്യുന്നത്. ആ സെയിം സാധനം തന്നെ ഇപ്പുറത്ത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ വരാറുണ്ടോ? അതെനിക്ക് തോന്നിയത് എന്താ, ഇതിലത്തെ വ്യത്യാസം രണ്ടായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തെ ഒരു സൗകര്യവും ഒരു അഡീഷണൽ ഒരു എനിക്കൊരു സൗകര്യമായിട്ട് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഡബ് ചെയ്ത് കാണുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാവും ഇതൊരു ഡബ്ഡ് പടമാണെന്ന് മനസ്സിലാവും. ഞാൻ ലിപ്സിങ്ങിൻ്റെ കാര്യമല്ല പറഞ്ഞ കേട്ടോ. ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു മീറ്റർ, അതിൻ്റെ ഒരു ഇമോഷണൽ എന്താ പറയുക, ഒരു ബേസ് എന്ന് പറഞ്ഞ സാധനം ഭാഷകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? നമ്മളിപ്പോൾ ഒരു കന്നഡ പടം കാണുമ്പോൾ, തെലുങ്ക് പടം കാണുമ്പോൾ, ഹിന്ദി പടം കാണുമ്പോൾ, ഇംഗ്ലീഷ് പടം കാണുമ്പോൾ, മലയാള പടം കാണുമ്പോൾ ഇത് ഒരേ ഇമോഷൻ തന്നെ പ്ലേ ചെയ്യുന്നത് കുറച്ച് വ്യത്യാസത്തിലാണ്. അവിടുത്തെ കൾച്ചർ അനുസരിച്ചാണ് നമ്മൾ പ്ലേ ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പൊതുവെ ജസ്റ്റേഴ്സ് കുറച്ച് കുറവാണ്, ആക്ഷൻസ് കുറച്ച് കുറവാണ്, കൈ കൊണ്ടുള്ള ഒരുപാടൊന്നും ബോഡി ലാംഗ്വേജസ് ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനത്ത്, എന്നാൽ മലയാളത്തിൽ കന്നഡയിലേക്ക് അത് അത്ര പ്രകടമായ വ്യത്യാസമില്ലെങ്കിലും എന്നാലും നമുക്ക് അവിടുത്തെ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ വേണം ഇത് പെർഫോം ചെയ്തെടുക്കാൻ. ആ രീതിയിൽ ഇത് ഭയങ്കര ചലഞ്ചിങ്ങാണ് ആക്ടേഴ്സിന്. അതായത് ഇതേ സാധനം തന്നെ നിങ്ങൾ പറഞ്ഞ അതേ മീറ്റർ ആയിരിക്കില്ല, അത് ആ ഇമോഷൻ കൺവേ ചെയ്യാൻ ചിലപ്പോൾ ഈ മീറ്റർ ആയിരിക്കില്ല വേണ്ടേ, ചിലപ്പോൾ ഒരു പോയിന്റ് കൂട്ടുകയോ കുറച്ച് കുറയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ആ ഡയറക്ടറുടെ വിഷൻ അനുസരിച്ച് നമ്മളൊന്ന് പ്ലേ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി ഈ അവിടുത്തെ ആക്ടേഴ്സിനും വേണം. അവർ മലയാളം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ ഒരു പക്ഷേ പ്ലേ ഡൗൺ ചെയ്യേണ്ടി വരും. ഇത്രയും വേണ്ട, നമുക്ക് കുറച്ചുകൂടി സട്ടലായിട്ട് മതി എന്ന് പറയാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ പറയും, അത് നമ്മൾ പറയുന്നത്, അത് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് കൂടുതലാണോ, അവിടെ ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആവോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കിൽ ഇത് മുന്നോട്ട് പോയി. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആദ്യത്തെ 2 ദിവസം അങ്ങനെ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ വിട്ടു. പിന്നെ അല്ല, രണ്ടിലും വർക്കാവുന്നില്ലെന്ന് പിന്നെ അധികം പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. ആരോടെ തുറന്നു പറഞ്ഞേ ഇത് പറ്റുന്നില്ല. ഈ ഓൾ ക്രൂ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ചുറ്റുണ്ടായിരുന്ന മലയാളികളായിരുന്നു കൂടുതലും. പക്ഷെ അവര് നല്ല വൈബായിരുന്നു, നല്ല നമ്മളോട് തന്നെ വളരെ കാര്യമായിട്ട്. ADs ഒക്കെ കുറച്ച് മലയാളികളുണ്ടായിരുന്നു, 1-2 മലയാളികൾ അല്ലേ. ഓപ്പോസിറ്റ് ക്രൂ ഒക്കെ അവിടുത്തെ പ്രമോദ് ഷെട്ടിയാണ്, പിന്നെ മറ്റേ ശ്രീധർ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് കുറെ കോമ്പിനേഷൻ ഉള്ളത്. അവർക്ക് അവിടുത്തെ വളരെ സീനിയേഴ്സ് ആണ്. പ്രമോദൊക്കെ അവിടെ കാന്താരയൊക്കെ ചെയ്ത ആൾക്കാരല്ലേ, കാന്താര ARM ഒക്കെ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അവര് നമ്മുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഭയങ്കര ഒരു ഈ ഭാഷയുടെ അതിർപരമ്പുകളില്ലാതെ നമുക്ക് ആ പടം ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ്. കാരണം നമുക്കത് നമുക്ക് ആ ഭാഷ പ്രസന്റ് ചെയ്യുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ നമ്മളെ പരമാവധി അവിടേക്ക് വെൽക്കം ആയിട്ട് അവർ തോന്നിച്ചു. അതുപോലെ തന്നെ അവർ മലയാളം ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ട് അവരെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്യാൻ അല്ലാതെ പറ്റില്ല. കാരണം എല്ലാവരും ഒരു സ്ഥലത്തുള്ള ഓരോ പോലീസുകാരായിട്ടാണല്ലോ പോകുന്നത്. നമുക്ക് അവിടെ 2 രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരായിട്ട് തോന്നാനേ പറ്റില്ല. ശരിക്കും എന്തെങ്കിലും ഒരു ദിവസം എനിക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് പുറത്തെടുക്കും എന്നുള്ളൊരു കഴിവ് ഈ സിനിമയിൽ പുറത്തെടുത്തിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും പുറത്തെടുത്തിട്ടില്ല. ഇത് എന്താ പറയുക, നമ്മള് ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ കൂടുതലും ഞാൻ ആദ്യം ചോദിച്ചത് ഒറ്റ റിക്വസ്റ്റ് വെച്ചത് നമുക്ക് മലയാളം ആദ്യം ഷൂട്ട് ചെയ്തിട്ട് സെക്കൻഡ്, കാരണം അതാകുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒറ്റ ഷോട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് അവരുടെ തെറ്റല്ല, കാരണം പിന്നെ കന്നഡ എനിക്ക് കൂടുതലും കന്നഡ കിട്ടി. അപ്പോൾ കന്നഡ ചെയ്യുമ്പോൾ പുള്ളി പറയും, ഞാൻ നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ കന്നഡ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറവാണ്.
അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ ചെയ്യണം, ഭയങ്കര ഓവറല്ലേ. അപ്പോൾ ചില സാർ ഇങ്ങനെ ഇപ്പിടുതാ ഇങ്ങനെ തന്നെ പെണ്ണം എന്ന് വന്നിട്ട് ഞാൻ അങ്ങനെ അവർ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കത് പലതും വർക്കായില്ല. പിന്നെ പോകുമ്പോൾ ഇതാണ് ഇവരുടെ മീറ്റർ എന്ന് മനസ്സിലായി. ഇപ്പം തമിഴിൽ ഇപ്പം നമ്മളിവിടെ ഒരു ഓട്ടക്കാരൻ ഇടിച്ചു കഴിഞ്ഞാൽ ഡം എന്ന് വിളിക്കത്തില്ലേ, അവിടെ അങ്ങനെ ഡേ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അത് തമിഴിൽ പറയും, കന്നഡയ്ക്കും അല്ലേ. അതിന്റെ ഒരു വ്യത്യാസം ജോണിന്റെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജോണിന്റെ കേൾക്കാൻ താല്പര്യമുണ്ട്, അത് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പ്രോബ്ലം അല്ല, അത് ജോൺ ഹീറോ ആയിരുന്നല്ലോ, ഇപ്പൊ ഡയലോഗ് കൂടുതലാ. ഞങ്ങൾക്കൊക്കെ ഒരു എക്സ്പ്രഷൻസിൽ പുള്ളി അത് ഹുമ്മ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാം. ജോൺ അങ്ങനല്ല, ഒരു 1.5 പേജ് സാധനമൊക്കെ ആണ്. പക്ഷേ ജോണിന്റെ ഏറ്റവും വലിയൊരു ഡെഡിക്കേഷൻ നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗിന് വേണ്ടിയിട്ട് പുള്ളി ആ തലേദിവസം രാത്രി ഫുള്ളിരുന്ന് പുള്ളി അത് പഠിക്കും. പക്ഷെ പിറ്റേ ദിവസം മറക്കും. പക്ഷെ രാത്രിയിലൊക്കെ അവിടെ ഒരു അസിസ്റ്റന്റ് ഒരു ബൈലിംഗിൽ അറിയാവുന്ന ഒരാളുണ്ട്. പുള്ളി അതല്ല, പുള്ളിയെ കൊണ്ട് അത് പറഞ്ഞേ വോയിസ് നോട്ട് അയക്കും. ആ ഒരു മീറ്റർ തന്നെ അയച്ചു തരും. അപ്പൊ ഇതിങ്ങനെ കേട്ട് ചില വലിയ ഡയലോഗൊക്കെ ഞാൻ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ പ്രോംപ്റ്റ് ചെയ്യുന്നാലും അതിലൊരു നൃത്തമൊക്കെ ഉണ്ടല്ലോ ചിലടത്ത്. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഇത് കേട്ടിട്ട് നമുക്കൊരു പരിചയമായി. അപ്പൊ ചില സാധനമൊക്കെ ഇടയ്ക്കൊന്ന് പോയെന്ന് ഞാൻ ആ ലിപ്പ് കൊടുത്തു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക. ഈ ഭാഷ അറിയായിരുന്നു നേരത്തെ? അറിയില്ലായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടും ഈ സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജൊണ്ണട എന്ന് പറഞ്ഞിട്ടൊരു ജൊണ്ണട ഭാഷയിലായിരുന്നു പുള്ളി കൂടുതൽ സംസാരിക്കാനൊക്കെ പറ്റും ഈ ഭാഷയിൽ. പിന്നെ ഡെന്നട ഉണ്ടായിരുന്നു. എനിക്ക് ഈ കോള് വരുന്നത് പടത്തിന്റെ ഇന്നിപ്പോ കോള് വന്നു. ഞാൻ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോയി ഡയറക്ടറിനെ വെയിറ്റ് ചെയ്തു. അന്ന് ഓക്കെ എന്ന് പറഞ്ഞു, നമുക്ക് നാളെ ഷൂട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അതായത് ഇന്ന് വരെ എനിക്ക് നാളെ ഒരു പടവോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഒരു പടവോ ഇല്ല. പെട്ടെന്നൊരു കോളോ നാളെ പടം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പടം തുടങ്ങിയത്. എല്ലാം ഒന്നും ആലോചിക്കാൻ കൂടി നേരം ഉണ്ടായില്ല. എനിക്ക് കഥ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ലാസ്റ്റ് മിനിറ്റ്, അതായത് വളരെ എന്നെക്കാളും സിദ്ധുവിനെ എപ്പോഴാണ് വിളിച്ചത് എനിക്കറിയില്ല. എന്നെ ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ ഈ പരിപാടിയെ പറ്റി കാര്യങ്ങളും ഡേറ്റുകളും മാറുന്നു. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഹീറോന്റെ ഡേറ്റുകൾ മാറുന്നു, അതുകൊണ്ട് ഡേറ്റ് മാറുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആകുമ്പോൾ പറയുമെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വിളിച്ച് അപ്പൊ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മറ്റന്നാൾ നമുക്ക് തുടങ്ങണു എന്ന രീതിയിലാണ്. അതെന്താ ജോൺ ഓക്കെ. അപ്പൊ അതുവരെ 2-3 ഡിസ്കഷൻസ് എനിക്ക് അവിടെ വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജോൺ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് മറ്റു ആൾക്കാർ ആരൊക്കെയാന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് ജോൺ അവിടെ വന്നപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് സിങ്കായിട്ട് വെൽ പ്ലേസ്ഡ് ആയി. കാരണം നമുക്ക് അങ്ങനത്തെ ഒരാളത് വർക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ട്രെയിലർ കണ്ടാലും അറിയാം, നിങ്ങൾക്ക് പല ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചു പുള്ളി ആൻറ്റി ഹീറോ ആണോ ചോദിച്ചു, പല ആൾക്കാരും ചോദിച്ചു ഹീറോ ആണോ ചോദിച്ചു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ആ സിനിമയ്ക്ക് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൗട്ട് തന്നെയാണ്. ട്രെയിലറിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് തന്നെയാണ് സിനിമ. ആ ഒരു എന്നെ സംബന്ധിച്ചോളം എൻ്റെ 2ാമത്തെ കന്നഡ പടയാണ്. മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് അതിൽ നിന്ന് എന്താണ് നമുക്ക് ഇതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടൊരു പരിപാടികൾ. അപ്പോൾ അത് ലവിൻ്റെ റീമേക്കായിരുന്നു, ഗോകുലം ചെയ്ത വേഷമായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു റീമേക്ക് എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും ദ കമ്പാരിസൺ ഇസ് ഓൾവേസ് ടു എ ബ്രില്യൻ്റ് ഒറിജിനൽ. അത് അങ്ങനത്തെ ഒരു ഒറിജിനലാണ്. അതിൽ ജോൺ അഭിനയിച്ചിട്ടുണ്ട്, ലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റീമേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾവേസ് ദെയർ ഈസ് എ കമ്പാരിസൺ. ഓക്കെ, എപ്പോഴും അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും പറയും, ഞാൻ ചില സീൻ ചെയ്യുമ്പോൾ അപ്പുറത്തെ ആൾക്കാർ അല്ല അവർ ഇങ്ങനെയല്ലോ ചെയ്തിരിക്കുന്നത്. അതായത് അവർ മറ്റേ സീനും കാണുന്നുണ്ടല്ലോ, സിനിമ അവർ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അവർ ഓട്ടോമാറ്റിക്കലി പറയുന്നത് ഗോകുലം ചെയ്തതല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. ഗോകുലം ചെയ്യാൻ ഗോകുലിന് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ചെയ്യുന്നത് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ക്യാരക്ടർ വൈസ് ഓക്കെ ആണോ, മറ്റത് നിങ്ങൾ മാറ്റി വെച്ചിരിക്കുക. നിങ്ങൾ അതിന് കണ്ടന്റ് എടുത്തു, സബ്ജക്റ്റ് എടുത്തു, ആ ക്യാരക്ടറിനെ എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ളത് ഞാൻ ചെയ്യുന്നു ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ ADs തമ്മിലുള്ള ഡിസ്കഷൻ്റെ ഇടയിലാണ് ഇത് ഇങ്ങനെ ചർച്ച വന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഗോകുലം തന്നെ വിളിച്ച് ചെയ്യിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ചെയ്ത മീറ്റർ അയാളുടെ ശരീരത്തിനും അയാളുടെ രീതിക്കുമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ആക്ടർ അല്ല ഞാൻ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്യാരക്ടറിൻ്റെ അകത്ത് നിന്നുകൊണ്ട്
ഡയറക്ടറും കൂടിയും ഇൻപുട്ട് അനുസരിച്ചാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിത് നാളെ തൊട്ട് ഇതേപോലെ തുടരാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഡേറ്റ് വാങ്ങിയിട്ട് അത് ചെയ്തോളാം. ഓ ഇല്ല, ലവിന്റെ ചേട്ടന്റെ ഫസ്റ്റ് റീമേക്ക് ആയിരുന്നു അത് ചെയ്തത്. അതിൽ ഗോകുലം ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. ചെയ്തത്. അതിൽ സിദ്ധാർത്ഥൻ എപ്പോഴെങ്കിലും ലാംഗ്വേജ് ഒരു പ്രശ്നമാക്കിയിട്ടുണ്ടോ? അറിയാത്തൊരു സ്ഥലത്ത് ലാംഗ്വേജ് എപ്പോഴെങ്കിലും? ചില സിനിമയിലോ അതോ സിനിമയിലായാലും ലൈഫിലാണെങ്കിലും അങ്ങനെ ഒരു ഒപ്പിക്കും എങ്ങനെയും. അതെ എക്സ്പ്രഷൻസ് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിപ്പോ എനിക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാല് ഞാന് എന്റെ ഒരു സിനിമ മറ്റേ ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് സെലക്ഷൻ കിട്ടിയിട്ട് അവരെന്നെ സൗത്ത് കൊറിയയിലെ സഹീർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങള് ഡയറക്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം. ഞാൻ രണ്ടാമത് ചെയ്ത പടം അത് ബാലഭാസ്കർ ആയിരുന്നു അതിന്റെ മ്യൂസിക് ഒക്കെ. ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് മറ്റേ ബുസാനിലെ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയിട്ട് അവരെന്നെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ സൗത്ത് കൊറിയയിലെ ബുസാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെന്നിട്ട് അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, കൊറിയൻ പറഞ്ഞുകൂടാ. അന്ന് ഈ ആപ്പ് സാധനങ്ങളൊന്നുമില്ല, 2014 ആ ടൈമില്. എന്നിട്ട് ആ സമയത്ത് ഈ ലാംഗ്വേജ് കാര്യം ഭക്ഷണം കഴിക്കണ്ടേ, അതാണ് ഇതിനകത്ത് പ്രധാന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അവിടെ ഭക്ഷണം ചെല്ലുമ്പോഴത്തേക്ക് നമ്മളവിടെ സ്ട്രീറ്റ് ഫുഡിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതെന്താണെന്ന് അറിയാനുള്ളൊരു സാധനം കൂടെ ഉണ്ടല്ലോ. നമുക്ക് കഴിച്ചാലും അത് ആ സമയത്തൊക്കെ ഞാൻ അത്യാവശ്യം ലാംഗ്വേജ് ഒരു പടം ചെയ്യണ്ടായിരുന്നു, പടം ചെയ്താല് കിട്ടണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് പൊതി കെട്ടിക്കൊണ്ട് ബുസാനിൽ പോകും. അല്ല ശരിക്കും അങ്ങനെയൊക്കെ അത് ഇത്രയും വലിയൊരു ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? 101 ചോദ്യങ്ങൾ കഴിഞ്ഞ് ചെയ്ത പടം. ഈ പറഞ്ഞ എക്സ്പ്രഷൻ ഇട്ടിട്ടാണോ രക്ഷപ്പെട്ടെ അവിടുന്ന്? അല്ല, ഞാൻ രക്ഷപ്പെട്ടില്ല. ഞാൻ 2 ദിവസം പട്ടിണിയായിരുന്നു. 2 ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു. 2 ദിവസം ഞാൻ അവിടെ ചെന്ന് ബണ്ണ് മാത്രം കഴിച്ച ഞാൻ ഇതാക്കിയത്. അവിടെ ബണ്ണ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സോളിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ബുസാനില് വന്നതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അയ്യോ സത്യമായിട്ടും. അയ്യോ ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയി പെട്ടത് തന്നെയല്ലേ. എന്തായാലും ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ഈ ആപ്പും കാര്യങ്ങളും ട്രാൻസ്ലേറ്റർ. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇതിനകത്ത്? അങ്ങനെ ഫൈറ്റ് ആയിട്ടില്ല, ഒരു സ്ട്രഗിളും പരിപാടിയൊക്കെ ഉള്ളൂ. ഫൈറ്റ് പരിപാടി ഒരു ആക്ഷൻ മൂഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ഫീൽ, ഒരു സ്പീഡ്, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ള പരിപാടിയാണ് ഇതിന്റെ ഒരു. പക്ഷേ ഫൈറ്റ് അല്ലെങ്കിൽ പോലും ഇതിനകത്ത് മറ്റേ ആളിന് തീ പിടിക്കുന്നൊക്കെ ഉണ്ട്. തീ പിടിച്ച ആള് അങ്ങനെയുള്ള ഒരുപാട് കുറച്ച് ആക്ഷൻ പരിപാടികളുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. അതിന്റെ ഒരു നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു കൊറിയോഗ്രാഫ് ഫൈറ്റ് പരിപാടി എന്നൊരു സാധനം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഹീറോയിസം. പിന്നെ ഞങ്ങൾ തമ്മിൽ പുറത്ത് ഫൈറ്റ് ഉണ്ട്, സെറ്റിന്റെ പുറത്ത്. ഷൂട്ട് കഴിഞ്ഞിട്ട് കൂടി പോയാൽ 2 ഡയലോഗ് കൂടുതൽ പുള്ളി കൊടുത്താൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേട്ടന് മാത്രമേ എനിക്ക് മാത്രം അപ്പൊ ഞാൻ പോയിട്ട് പുള്ളിയുടെ ഡയലോഗ് മാറ്റാൻ ഞാൻ അവിടെ പോയിട്ടൊന്ന് പക്ഷെ വേറെ ഉണ്ട്. ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയെ വിടുന്നതും. ചേട്ടൻ പോയി ഞങ്ങളുടെ മെസ്സഞ്ചറായിട്ട് പറയണെങ്കിൽ ഇന്ന് തീരുവോ, ഇപ്പൊ രാത്രി 8 മണിക്ക് കഴിയുവോ, ഏതെങ്കിലും സിറ്റുവേഷനിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി വിട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ രക്ഷപ്പെടുത്താൻ മാത്രമല്ല, നമ്മൾ ഈ ചില സമയത്ത് നൈറ്റ് ഒരുപാട് പോകുമ്പോഴേ നമ്മള് ചേട്ടനെ വിടും. ചേട്ടാ ഇത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവര് പോയി സംസാരിക്കും. പിന്നെ ശ്രീധരനായിട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് മനസ്സിലാവുന്നില്ല, പോസിറ്റീവ് ആണോ മനസ്സിലാവുന്നില്ല. എന്റെ ഒരു ആക്ടിംഗ് ടാലന്റിനെയാണ് ഇപ്പൊ വിലയിരുത്തിയത്, എക്സ്പ്രഷനിലാണ്. അവിടെ ചെന്നിട്ട് ശ്രീധരൻ 6 മണിയാകുമ്പോഴേക്കും കഴിയും. 6 മണിക്ക് അവിടെ വന്നിട്ടല്ലേ വെളുപ്പിന് ഒരു കൂട്ടോ. അല്ല എന്തറിയോ, വെളുപ്പിന് അവർക്കാ പോണത്, എനിക്ക് 6 മണിക്ക് കഴിയും. ശ്രീധരൻ പറയാൻ ഉടപ്പെട്ട് എന്റെ ആവശ്യമില്ല, ഞാൻ അതിനനുസരിച്ചല്ലേ പറയുള്ളൂ. ഇടയ്ക്കെപ്പോഴും ഒരു ഫ്ലൈറ്റിന്റെ ഒരു ഇഷ്യൂ അല്ലേ ചേട്ടൻ നേരത്തെ പോയിട്ടുണ്ട്. അല്ല ഇവിടെ നമുക്ക് വർക്ക് പറഞ്ഞ പോലെ നടക്കണം. അങ്ങനെ തിരക്കുള്ള സമയങ്ങളൊക്കെ വല്ലപ്പോഴും അല്ലേ സുഹൃത്തേ വരുള്ളൂ. ആ സമയത്ത് നമ്മൾ ആ പണിക്ക് പോയില്ലെങ്കിൽ അതും പോവില്ലേ. തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഫൈറ്റ് വന്നിട്ടുണ്ടോ?
ഇല്ല ഞങ്ങള് ഇന്റേണൽ ആയിട്ടുള്ള issues അതായത് ഒരു പോലീസ് സ്റ്റേഷനല്ലേ, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ആൾക്കാരുണ്ടാവുമ്പോൾ അവർ തമ്മിലുള്ള ചെറിയ പേഴ്സണൽ ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഒക്കെ എന്തായാലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ചില സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് പോർട്രേ ചെയ്ത് പോകുന്നുണ്ട്. അത് ഈ കണ്ടന്റിലേക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് സിനിമയുടെ ട്രാക്ക് എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം, ഈ നമ്മൾ ആക്ഷൻസ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും? എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്കുന്നത് ഇത് തന്നെ ആദ്യത്തെ ടെൻഷൻ ഉണ്ട്. കാരണം ചില ഈ ഫൈറ്റേഴ്സ് പിള്ളേർ വന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കും. ഇപ്പം ഈ അവന്മാർ പുതിയ പിള്ളേരാണെന്നുണ്ടല്ലോ, അവന്മാർ ഭയങ്കര ഇങ്ങനെ നിൽക്കും, സാർ ഇങ്ങനെ പണോ അങ്ങനെ പണോ എന്നൊക്കെ പറഞ്ഞു. ഫൈറ്റേഴ്സ് അല്ല എനിക്ക് തോന്നുന്നത് പ്രശ്നം. ചിലപ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഏട്ടാ, എനിക്ക് കിട്ടിയിട്ടുണ്ട് മാസ്റ്റർ പീസിന്റെ സമയത്ത് ഫൈറ്റേഴ്സ് പിള്ളേർ വന്ന്. അതും ഞങ്ങൾ കോളേജല്ലേ, അപ്പം ആദ്യം വന്ന് മൊത്തം എല്ലാം ഇടിക്കാൻ വരുന്നവരെ ഒരു 30-35 വയസ്സുള്ള. അപ്പോൾ കോളേജ് അത്ര യങ്ങായിട്ട് ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇറക്കി. അപ്പം നമ്മുടെ പ്രായത്തിൽ തോന്നിക്കുന്ന കുറച്ച് പിള്ളേർ വന്നു. അല്ലല്ല, ഫൈറ്റേഴ്സ് തന്നെ അവന്മാരെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്ന പിള്ളേർ. റോയൽ വാരിയേഴ്സ് അവന്മാരെ ഓപ്പോസിറ്റ് വന്നിട്ട് അപ്പൊ പറഞ്ഞു, അതായത് 3 പഞ്ച് മുഖത്തിട്ട് 4ാമത്തെ പഞ്ചിന് ഞാൻ കയറി പിടിക്കുന്നു. ഇവൻ വന്നിട്ട് 3 പഞ്ച് കഴിഞ്ഞിട്ട് 4ാമത്തെ പഞ്ചിന്റെ മുഖത്ത് അടിച്ച് ഞാൻ പിടിക്കുന്നു. ഞാൻ ഒരു ഇതുണ്ട് ഇടിച്ചു, കിട്ടി കട്ടായി പോയി. അപ്പൊ അങ്ങനെയുള്ളൊരു നമ്മൾ ശ്രദ്ധിക്കും. ഇടി മുഖത്തിടി ഫസ്റ്റ് ഇങ്ങനെ ഒന്നും എന്റെ മിസ്റ്റേക്ക് അല്ല, അവന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അല്ലല്ല, ഇത് അവൻ വിചാരിച്ചത് 4 അടിച്ചിട്ട് പിന്നെ ആയിരിക്കും പിടി. പക്ഷെ ഞാൻ മുന്നിലേക്ക് വന്നു, എന്തിനാ അടുത്ത പിടിക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ അടുത്തിടി വന്നു. കൈ ഇടിരിപ്പുണ്ട്, അവനെ അടുത്ത് ഇടിച്ച്. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോ നമ്മൾ ആദ്യം ഒന്ന് അവന്മാരെ ആരാ ഓപ്പോസിറ്റ്. എനിക്ക് പലപ്പോഴും പറ്റുന്നത് ഈ ഫൈറ്റേഴ്സിന്റെ ചില ആർട്ടിസ്റ്റ് ഉണ്ട്, ചില ഹീറോ, ചില കുറച്ച് ആൾക്കാരുണ്ട്. ആർട്ടിസ്റ്റും അല്ല സാധനം, ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. നമുക്ക് അവരുടെ ടൈമിങ്ങിനെ റിയൽ ആയിട്ട് ചവിട്ട് ചെയ്യും. അവിടുത്തെ കുറച്ച് കാണാനിരിക്കുന്ന കുറച്ച് ആൾക്കാര്, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർ അപ്പൊ അവരും കൂടി ഒന്ന് ബഹളമായിക്കോട്ടെ, എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ഒന്നിക്കോ, അങ്ങനെ ഒരു സാധനം വരും. അതായത് അൺകോറിയോഗ്രാഫ്ഡ് ആയിട്ട് ഒരു പരിപാടി വരും. എല്ലാവരും കയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചോ എന്നൊക്കെ പറയും. അത് മൈക്കിൽ കൂടെ ഒക്കെ നമ്മൾ ശശിചേട്ടനൊക്കെ ചിലപ്പോൾ വിളിച്ച് പറയുമ്പോൾ ഇവരെല്ലാവരും ക്യാപ്ചർ ചെയ്യുന്നവർക്ക് അപ്പൊ കയറുമ്പോ എന്താ വെച്ചാൽ നമുക്കറിയില്ല ഇവർ എങ്ങനെ അടിക്കാൻ പോണേ എന്നുള്ളത് അറിയില്ല. അത് 90% നമുക്ക് കിട്ടും. കട്ട് പറയുമ്പോ ശ്രീധരന്റെ ഡയലോഗ് കൊന്നിട്ട് അല്ല, അത് പ്ലാൻഡ് അല്ലല്ലോ. കാരണം ഇവര് ഒന്നാമത് അവര് ആർട്ടിസ്റ്റുകളല്ല, അവര് ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടും അവർ കണ്ടു നിൽക്കുന്ന എത്ര ആൾക്കാരായതുകൊണ്ട് അവരും കൂടി ഇതിലുണ്ടെങ്കിൽ നന്നായിരിക്കും. നാട്ടുകാർ ഒരു കോർപ്പറേഷനിലാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവരും കൂടി പങ്കെടുപ്പിക്കാം. അത് ചിലപ്പോൾ ഇടിയിൽ പങ്കെടുപ്പിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്, നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ സമയം വളരെ കുറച്ചുള്ളതുകൊണ്ടും ഒരുപാട് വിശേഷങ്ങൾ പറയാനൊക്കെ ഉണ്ട്. എന്തായാലും ഇത് നാളെ തിയേറ്ററിലേക്ക് എത്താറാണ്. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ പടത്തിന്റെ അടിമുടി എന്തായാലും ഇപ്പൊ നാളെ സിനിമ നേരം റിലീസാവും. ഇതിന് മൊത്തത്തിലൊരു ഫോൺ കോൾ, ഒരു പവർഫുൾ ആയിട്ട് ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ശബ്ദം കൊടുത്തത് ഞാനാണ്. മലയാളത്തിലല്ലേ? മലയാളത്തിൽ ഞാൻ ഇപ്പോൾ ഒരു 6-7 പ്രാവശ്യം ഞാൻ കണ്ടായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ശ്രീനാഥിനെക്കാളും കൂടുതൽ പറയാൻ അവകാശമുള്ള ആരുമില്ല. കാരണം പടം മുഴുവൻ കണ്ടിട്ടുള്ള ഞങ്ങളാണ്. എനിക്കിതൊന്നും കിട്ടില്ലായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഈ പടം 1 ഹിറ്റ് ആവട്ടെ. ഇനിയും മറ്റുള്ള ഭാഷകളിൽ നിന്ന് നമ്മളെ തേടി ആൾക്കാർ ഇവിടെ എത്തട്ടെ. ശ്രീനാഥിന് ഒരുപാട് ഫോൺ കോൾ വിളിക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.